പന്തക്കുസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഓക്സിജൻ. ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ ഓക്സിജന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയാറുണ്ടോ? തീർച്ചയായും ഉണ്ട്. കൊറോണയുടെ നാളുകളിലൂടെ കടന്നുപോയപ്പോൾ ഓക്സിജൻ വേണ്ടത്ര അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിൽ നാം എല്ലാവരും അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. ഇപ്പോഴും നമുക്ക് ഓക്സിജൻ വേണ്ടത്ര അളവിൽ ഇല്ല എങ്കിൽ പല പരിശോധനകളിലൂടെ ഓക്സിജൻ കുറയാനുള്ള കാരണങ്ങൾ കണ്ടെത്തി ഓക്സിജന്റെ ലെവൽ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള എല്ലാവിധ മാർഗങ്ങളും നാം കൈക്കൊള്ളും. ശാരീരിക ജീവൻ നിലനിർത്താൻ വായു എന്ന പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഈ തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകും, നമ്മുടെ പ്രാർത്ഥനയുടെ അളവോ ആഴമോ അനുസരിച്ചല്ല നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. മറിച്ച് ഈശോ പിതാവിനോട് അപേക്ഷിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന അമൂല്യമായ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് 14-ാം അധ്യായം 15-ാം വാക്യത്തിലൂടെ ഈശോ നമ്മോട് ഒരു കാര്യം അനുസരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അതെ, സ്നേഹത്തിന്റെ പൂർണ്ണതയിലാണ് ഈശോ പിതാവിനോട് അപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്യുന്നത്. ഈ സ്നേഹത്തിന്റെ പൂർണ്ണതയ്ക്കായി, ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹത്തിന്റെ പൂർണ്ണതയ്ക്കായി നമുക്ക് ദാഹിക്കാം. ദൈവസ്നേഹത്താൽ, സഹോദര സ്നേഹത്താൽ നിറയുമ്പോൾ നാം തീർച്ചയായും അവിടുത്തെ കൽപ്പനകൾ പാലിക്കും. അതുവഴി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം നമ്മിൽ അഭിഷേകമാവുകയും ചെയ്യും. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, മറ്റു കൂദാശകളിലൂടെ, അഭിഷിക്തരുടെ കൈവയ്പിലൂടെയൊക്കെ നമുക്ക് ലഭിച്ച അഭിഷേകം നാം ജ്വലിപ്പിക്കാറുണ്ടോ? ഈ അഭിഷേകം നാം ജ്വലിപ്പിച്ചില്ലെങ്കിൽ ജ്വലിച്ചു നിൽക്കുന്ന തീക്കട്ട ക്രമേണ ചാരം മൂടിയ കരിക്കട്ടയായി മാറുന്നതുപോലെ നമ്മിലെ അഭിഷേകവും തണുത്തുറഞ്ഞു പോകും. പാപങ്ങൾ, ബലഹീനതകൾ, അലസത, ലൗകിക കാര്യങ്ങളിലുള്ള അമിത വ്യഗ്രത, വെറുപ്പ്, ദൈവസ്നേഹത്തിനും സഹോദര സ്നേഹത്തിനും എതിരായുള്ള പ്രവർത്തനങ്ങൾ, നാവിന്റെ നിയന്ത്രണമില്ലായ്മ, ആത്മീയ കാര്യങ്ങളിലുള്ള മന്ദത തുടങ്ങി പല കാര്യങ്ങൾ നമ്മിലെ പരിശുദ്ധാത്മ അഭിഷേകം കുറയാൻ, ഉറകെട്ട ഉപ്പ് പോലെ നമ്മുടെ ജീവിതം മാറാൻ കാരണമാകുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ എത്രയും വേഗം തിരിച്ചറിഞ്ഞ് കണ്ണീരോടെ, അനുതാപത്തോടെ നമുക്ക് മാപ്പ് ചോദിക്കാം. കുംഭസാരത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, മറ്റു പ്രാർത്ഥനകളിലൂടെ നമ്മിലെ പരിശുദ്ധാത്മ അഭിഷേകത്തെ ഓരോ നിമിഷവും ഉജ്ജ്വലിപ്പിക്കാം. പരിശുദ്ധാത്മ നിറവുള്ളവരായി വ്യാപരിക്കുവാൻ സദാ ദൈവസ്തുതികൾ നമ്മുടെ നാവിൽ തത്തിക്കളിക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ, അതുവഴി നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാൻ, ശാന്തിയും സമാധാനവും നൽകുന്നതായി തീരുവാൻ കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധാത്മാവേ, എന്നിൽ വന്നു നിറയണമേ.